ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഉപയോഗിച്ച് നോക്കിയവർക്കെല്ലാം തന്നെ 100% റിസൾട്ട് കിട്ടിയ നല്ലൊരു അടിപൊളി ഹെയർ ഡേ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. നമ്മുടെ മുടി നല്ലപോലെ കറുക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഹെയർ ഡൈ നമ്മുടെ കയ്യിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ കറ പോകാനായിട്ട് വലിയ പാടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യുന്നതിന് മുന്നേ കയ്യിലൊരു ഗ്ലൗസ് ഇട്ടതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ജസ്റ്റ് 1 സെക്കൻഡ് കൊണ്ടാണ് നമ്മുടെ ഈ കയ്യിൽ ആ ഒരു കളറായിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 2-3 മണിക്കൂർ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത്രയും നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. നമ്മുടെ നരച്ച മുടിയൊക്കെ നല്ലപോലെ ബ്ലാക്ക് കളറിലായി കിട്ടാൻ സഹായിക്കുന്ന 4 ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഹെയർ ഡൈക്കായിട്ട് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിലൊന്ന് നമ്മുടെ വാഴക്കൊമ്പിൻ്റെ തോലാണ് കേട്ടോ. വാഴക്കൊമ്പിൻ്റെ തോല് വെച്ചിട്ടൊക്കെ ഹെയർ ഡൈ തയ്യാറാക്കുമെന്ന് ചിലർക്ക് ഡൗട്ട് ഉണ്ടാകും. 100% നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. നമ്മളിതിൻ്റെ തേനൊക്കെ കുടിക്കാറുണ്ട്. അതുപോലെ തന്നെ വാഴക്കൊമ്പ് വെച്ചിട്ട് നമ്മൾ തോരനൊക്കെ തയ്യാറാക്കി കഴിക്കാറുണ്ട്. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ. ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ധാരാളം വൈറ്റമിൻസും മിനറൽസും അയണും ഫൈബറും ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റും പ്രോബ്ലങ്ങളോ ഒന്നും ഉണ്ടാകില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലപോലെ വാഴക്കൊമ്പിൻ്റെ തോലെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. നമ്മുടെ തലമുടിയൊക്കെ നല്ലപോലെ കറക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോഴേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാകും. അപ്പോൾ ഇതിൻ്റെ ആ വാഴക്കൊമ്പ് ഞാനിവിടെ തോരൻ വെക്കാനായിട്ട് എടുത്ത് മാറ്റി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇനി നല്ലപോലെ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ 2 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതുകൂടി ഒന്ന് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നാരങ്ങ ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം അതുകൂടി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അരമുറി ബീട്രൂട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വലിയൊരു ബീട്രൂട്ടിൻ്റെ പകുതി പോർഷനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ലപോലെ വാഷ് ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതുകൂടി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീട്രൂട്ടും കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തത് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറച്ചുകൂടി ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് ഇതുപോലൊരു പഴയ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മുഴുവനായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനിത് അരിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി അരിപ്പ വെച്ചിട്ടല്ലാന്നുണ്ടെങ്കിൽ ഒരു തുണി വെച്ചിട്ടാണെങ്കിലും അരിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ ഇതിൻ്റെ കറ ആയിക്കഴിഞ്ഞാൽ പോകാനായിട്ട് കുറച്ച് പാടാണ്. ഇനി നമുക്ക് ഇരുമ്പിൻ്റെ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അരച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ മൈലാഞ്ചി ഇലയും കൂടി ചേർത്ത് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിങ്ങളിതിലേക്ക് ഇതുപോലെ ഹെന്ന പൗഡർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഹെന്ന പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല ബ്രാൻഡ് നോക്കി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ചെറിയ കട്ടയൊക്കെ ഇതിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ ഇതിലേക്ക് മിക്സ് ചെയ്ത് വന്നോളും.
കുറച്ചുകൂടെ ഒന്ന് വറ്റി വരണം കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതിയെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അതല്ല നിങ്ങൾക്കിത് ഒരു മാസത്തേക്കൊക്കെ ഇതൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി വരണം. ഇത് ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പാകമാവും കേട്ടോ. അപ്പോൾ അതുവരെയും ഇതൊന്ന് കുറുക്കി എടുക്കണം കേട്ടോ. ഇത് നമുക്ക് 2-3 മാസത്തേക്ക് വരെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നമുക്ക് ആവശ്യമുള്ള ടൈമിൽ മാത്രം എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനത്തെ ഒരു ഹെയർ ഡൈ ആണിത്. അപ്പോൾ ഇത് ഞാനിതിവിടെ കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈ ഒരു പരുവാകുന്നത് വരെ നിങ്ങളിതൊന്ന് കുറുക്കിയെടുക്കുക. ആ ചട്ടിയിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്നത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മളത് ഓഫ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു കളർ കണ്ടോ, നല്ലൊരു ബ്ലാക്ക് കളറിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ദിവസത്തേക്ക് ഒന്ന് മാറ്റി വെച്ചേക്കണം കേട്ടോ. അതായത് വൈകിട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ രാത്രി ഫുള്ള് നമുക്കിത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു കളർ കണ്ടോ, പുറത്തേക്ക് നമ്മൾ ആ ഡൈ എടുത്ത് കാണിക്കുമ്പോൾ ഉള്ള കളർ കണ്ടോ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ തന്നെ തൊടുമ്പോൾ തന്നെ അത് നല്ല ബ്ലാക്ക് കളറിലായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കാം. അപ്പോൾ രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ ഡൈ ഇവിടെ കുറച്ചുകൂടി നല്ല ബ്ലാക്ക് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. എന്നാൽ മാത്രമാണ് നമുക്കിത് കുറച്ച് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് കുറച്ച് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഇതെടുക്കുക. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് എടുത്തതിന് ശേഷം ബാക്കി നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിൽ അടച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. എത്ര നാൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ തന്നെ നമുക്കിത് വെച്ചേക്കാം കേട്ടോ. ആവശ്യമുള്ള സമയത്ത് നമുക്കെടുത്ത് യൂസ് ചെയ്താൽ മതി. നല്ലൊരു അടിപൊളി ഹെയർ ഡൈ ആണ് കേട്ടോ. നിങ്ങൾക്കിത് ഫസ്റ്റ് യൂസിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത്രയും നല്ലൊരു ഹെയർ ഡൈ ആണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകേണ്ട ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വളരെ കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് എടുത്തിട്ട് നമുക്കിത് അലോവേര ജെല്ലുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നരയുള്ള ഭാഗത്ത് തലമുടിയിലാണെങ്കിലും മീശയിൽ താടിയിലൊക്കെ ആണെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല പ്യുവറായിട്ടുള്ള അലോവേര ജെല്ല് തന്നെ എടുത്ത് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മളിത് മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം അതങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വിടുക. അപ്പോഴേക്കും ഇത് നല്ലപോലെ ഡ്രൈ ആവും. അത് നമ്മളൊരു ചീപ്പ് കൊണ്ട് ചെയ്തതിന് ശേഷം നമുക്ക് പുറത്ത് എവിടെ വേണമെങ്കിലും പോകാം കേട്ടോ. നമ്മുടെ കയ്യിലോ തലയിലോ ഇതൊന്നും ഇത് ഒരു ഒട്ടിപ്പിടിക്കുന്ന ആ കളറാകുകയോ ഒന്നും ചെയ്യില്ല. ഷാളോ സ്കാർഫോ ഒക്കെ നമുക്ക് തലയിൽ യൂസ് ചെയ്യാം, അതിലൊന്നും കളറാകില്ല കേട്ടോ. അതല്ല നമുക്കിത് ഡൈ ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ആ ഒരു ക്വാണ്ടിറ്റി എടുത്തതിന് ശേഷം ഞാനിവിടെ നോർമൽ വാട്ടറാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാപ്പിപ്പൊടി തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ തേയില വെള്ളമോ ഒക്കെ നമുക്കിതിൽ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ, അതായത് മുടിയിൽ എണ്ണമയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 3 മണിക്കൂർ നേരം മസ്റ്റായിട്ട് നിങ്ങളത് തലയിൽ വെച്ചിരിക്കണം കേട്ടോ. അതിനുശേഷം നോർമൽ വാട്ടറിൽ നിങ്ങളത് കഴുകി കളഞ്ഞാൽ മതി. ഷാമ്പു ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് കേട്ടോ ഇതിൻ്റെത്. നമുക്ക് നല്ലപോലെ ഇത് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ വീക്കിലി ഒരു 3 ടൈംസ് എങ്കിലും നിങ്ങളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ നരച്ച മുടിയൊക്കെ നല്ലൊരു ബ്ലാക്ക് കളറായി വന്നതിന് ശേഷം മാസത്തിൽ ഒരു തവണയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഹെയർ ഡൈ ആണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈമിൽ കയ്യിലൊന്നും ഗ്ലൗസ് എന്തെങ്കിലും ഇട്ടതിന് ശേഷം മാത്രം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു കറ നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ അത് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്ലൗസൊക്കെ ഇട്ടതിന് ശേഷം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുവാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് 100% റിസൾട്ട് കിട്ടുന്ന നല്ലൊരു നാച്ചുറൽ ഡൈ ആണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്